എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും നിന്റെ വിചാരം. എന്തിനു വെച്ചിരിക്കുന്നേ? ഏയ്, ഞാനേ ഐശ്വര്യയുടെ മനസ്സ് എത്ര കൃത്യമായി പഠിച്ചിരിക്കുന്നു എന്നാലോചിച്ച് ചിരിച്ചു പോയതാ. ദാ ഐശ്വര്യടുത്തി, ഞാൻ ജയിച്ചതല്ല, ഐശ്വര്യടുത്തി എന്നെ ജയിപ്പിച്ചതാ. എന്റെ ഏട്ടനെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോ എന്റെ കണ്ണു നിറഞ്ഞത് ഐശ്വര്യടുത്തി ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ കണ്ണീര് തൊട്ട് അന്ന് ഞാൻ മനസ്സിൽ ശബ്ദം എടുത്തു, ഈ കസേരയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇരിക്കുന്നു. അതിൽ ഒരു കാര്യം കൂടി എനിക്ക് തെളിയിക്കാനുണ്ടായിരുന്നു. ഞാൻ ഒന്നിനും കഴിവില്ലാത്തവളാണെന്നും എനിക്ക് സാമാന്യ ബോധമില്ലെന്നും സാമൂഹ്യ ചിന്തയില്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യടുത്ത് എന്നെ കളിയാക്കിയിരുന്നു. അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചും കളിയാക്കി. ഐശ്വര്യടുത്തി, ഉറച്ച മനസ്സും ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ആർക്കും ഏതറ്റം വരെ ഉയരാം. അതെനിക്ക് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. ഭാവിയിൽ ചിലപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ പ്രചോദിപ്പിക്കാൻ ആരെങ്കിലും എന്നെ ഉദാഹരണം പറഞ്ഞുവന്നിരിക്കും. എനിക്കത് മതി. ഇനി ഐശ്വര്യടുത്തി ഒന്ന് പുറത്തു പോയേ. നീ എന്നെ പുറത്താക്കുവല്ലേ? പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ദാ എന്റെ ആദ്യ ഫയല്, ഇതെനിക്ക് പഠിക്കണം. ഐശ്വര്യടുത്തി ഒന്ന് പുറത്തു പോകുന്നുണ്ടോ? ഞാനിപ്പൊ പുറത്തു പോവാം. അത് തൽക്കാലത്തേക്കാ. പക്ഷേ എന്നേക്കുമായി പുറത്തേക്ക് പോകുന്നത് നീ ആയിരിക്കും. അത് നീ ഓർത്തു വച്ചോ. എന്റെ മുന്നിൽ വന്ന ആദ്യത്തെ ഫയല് ഞാൻ ഒപ്പുവെച്ചു. ഈ ഓഫീസിലെ സ്റ്റാഫ് കൃത്യസമയത്ത് വരാൻ വേണ്ടി പഞ്ചിങ് മെഷീൻ സ്ഥാപിക്കുന്ന ഫയലാണ്. ഒരു സെക്കൻഡ് വൈകിയാ അത് ലീവായിട്ട് കണക്കാക്കും. ഞാൻ ഈ ഫയലിൽ ഓർഡർ ഇട്ടു, ഈ ഓഫീസിൽ പഞ്ചിങ് മെഷീൻ ആവശ്യമില്ല എന്ന്. പഞ്ചിങ് മെഷീൻ വേണ്ട. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ യന്ത്രത്തെക്കാളും മനുഷ്യരെയാണ് വിശ്വസിക്കുന്നത്. പഞ്ചിങ് മെഷീൻ വെക്കുമ്പോൾ കമ്പനിക്ക് ജീവനക്കാരിൽ ഒരു സംശയമുള്ളതായി തോന്നും. നമുക്കത് വേണ്ട. കമ്പനി ജീവനക്കാരെ വിശ്വസിക്കുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആത്മാർത്ഥത നമുക്ക് കിട്ടും. നമുക്ക് പരസ്പരം സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളവരായി മാറാം. പഞ്ചിങ് മെഷീൻ ആവശ്യമില്ല എന്നെഴുതിയാണ് ഞാൻ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. താങ്ക് യു. അപ്പോ എല്ലാവർക്കും പോവാം. എന്താ സർ? എന്താ സർ ഇത്? തന്റെ കണ്ണൻ തന്നതാ. എന്റെ കണ്ണൻ തന്നതോ? അതേത് കണ്ണനാ?
നമ്മുടെ പഴയ കണ്ണനില്ലേ, അമ്പലത്തിലൊക്കെ പൂവൊക്കെ കെട്ടിക്കൊടുത്ത് ജീവിക്കുന്ന കണ്ണൻ. മുൻപ് കാട്ടി വെച്ച് എനിക്ക് വഴി കാണിച്ചു തന്ന കണ്ണൻ. ആ, ജഗന്നാഥൻ എന്നെ കൊല്ലാൻ നോക്കിയപ്പോഴേ സൂചനയൊക്കെ തന്ന കണ്ണൻ. ഉം. ആ കണ്ണൻ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. അയ്യോ, എന്നിട്ട് എന്താ സാർ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാത്തെ? ശോ, പാവം. സാറ് പറയുന്ന വെച്ചാണെങ്കിൽ നല്ല മനസ്സുള്ള ഒരു കുട്ടിയാ. ഉം. തന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ തിരക്കെന്നോ? എനിക്ക് എന്ത് തിരക്കാ? വാ, നമുക്ക് കുറച്ചു നേരം പുറത്തു നിൽക്കാം. താൻ എന്താ ചോദിച്ചേ? തനിക്ക് തിരക്കെന്താന്നോ? നാടൻ ഭാഷയിൽ പറഞ്ഞ നാഴികയ്ക്ക് 40 വട്ടം അഖിൽ സാർ എന്നും വിളിച്ച് എന്നെ ചുറ്റിപ്പറ്റി നടന്ന ആളാ താൻ. ഇന്ന് ആ കസേരയിൽ ഇരുന്ന ശേഷം എത്ര പ്രാവശ്യം എന്നെ അഖിൽ സാറിന് വിളിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം എന്നെ അന്വേഷിച്ചിട്ടുണ്ട്. ആ. അവിടെയാണ് സാറിന് തെറ്റിയത്. വീട്ടിലായിരിക്കുമ്പോ ഞാൻ എപ്പോഴൊക്കെയാണോ സാറിനെ അഖിൽ സാറെന്ന് വിളിച്ചിരുന്നത്, ആ സമയങ്ങളിൽ മാത്രമേ ഞാൻ സാറിനെ ആലോചിച്ചിരുന്നുള്ളൂ. ഉം. പക്ഷേ ഇന്ന് ആ കസേരയിലിരുന്ന സമയം മുഴുവൻ ഞാൻ സാറിന്റെ പേര് ഒരു മന്ത്രം പോലെ ജപിക്കായിരുന്നു. സത്യാണ് സാർ. സാറിന്റെ ഒരു പ്രതീകം പോലെയാ ഞാൻ ആ കസേരയിൽ ഇരുന്നത്. ഓ, ഉം. ആ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഉം. എന്താ? സാറിന്റെ ഒരു ആഗ്രഹം കൂടി കൊണ്ടാ ഞാൻ ഈ സ്ഥാനത്ത് വന്നത്. സാറിന് വേണ്ടി ഞാൻ അത് നിറവേറ്റി. പിന്നെ ഐശ്വര്യത്തിന് മുമ്പിൽ ഞാനൊരു ശപഥം ചെയ്തിരുന്നു. ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇനി പഴയ ശ്യാമയായി മാറാൻ പോവാ. പുതിയ വേഷം ഞാൻ അഴിച്ചു വെക്കാൻ പോവാ. താൻ എന്താ പറഞ്ഞേ? അതെ സാർ. ആ വീടിന്റെ 4 ചുവര്, അഖിൽ സാറ്, പിന്നെ എന്റെ ഉണ്ണികൃഷ്ണൻ, എനിക്കത് മതി. ആ ശ്യാമയായി ജീവിക്കുമ്പോഴുള്ള സന്തോഷം അത് മറ്റെവിടെയും കിട്ടില്ല. എന്റെ ത്രില്ല് വെറുതെ കളയരുത്. തന്റെ ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച പ്രധാന പാഠം എന്താണെന്നറിയോ? കർമ്മമാണ് ഭക്തി, അല്ലെ? ജോലി ചെയ്യേണ്ടടുത്ത് ജോലി ചെയ്യണം, യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യണം, പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിക്കണം. അല്ലാതെ പൂജയും ഭക്തിയും മാത്രമായിട്ടിരിക്കാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. പഴയ ശ്യാമയെ വേണോ പുതിയ ശ്യാമയെ വേണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം. കാറിൽ കയറണം മാഡം. എന്താ വിളിച്ചേ? മാഡം ഒന്ന് ശ്യാമ മാഡം. മാഡം കാറിൽ കയറണം മാഡം. മാഡം അല്ലേ? ആ, ഏയ്. പ്രേമത്തിന് മാത്രമാ താൻ ഉഴപ്പുന്നത്. വരട്ടെ, ഞാൻ കണ്ണനെ ഇറക്കുന്നുണ്ട്. നമുക്ക് പോവാം സാർ. സാർ, സാർ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്തിനാ? സാർ ദേ അയാള്. സാർ വണ്ടി നിർത്ത്. അയാളെ തനിക്കറിയാവോ? വെള്ളം അടിച്ച് റോഡിൽ കിടക്കുന്ന ആളാ. മഹാ തല്ലിപ്പൊളിയായിരിക്കും. ഒരു 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞാലേ എന്തുടായ്പം ചെയ്യും. നമ്മുടെയൊക്കെ അച്ഛനായിട്ട് പോലും അഭിനയിച്ചു എന്ന് വരും. ആ, അയാളെ തനിക്കറിയോ? ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ഇവൻ സന്യാസിയായിട്ടൊക്കെ അഭിനയിക്കുമല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊട്ടേഷൻ അഭിനയമായിരിക്കുമല്ലോ. സർ വേണ്ട. എടോ പേടിക്കാതറോ, താൻ കാറ് തന്നെ ഇരുന്നോ, ഞാൻ ദേ ഇപ്പൊ വരാം. അല്ലെങ്കിൽ വേണ്ട, താനും ഉറങ്ങ. അയാൾ കാണാതെ ഇവിടെ തന്നെ നിന്നാ മതി. അവിടെ നിൽക്കും. നമസ്കാരം സാറേ. ഒരു 50 രൂപ തരണം സാറേ. സാറേ പൈസയൊക്കെ തരാം, പക്ഷേ ഒരു ജോലിയുണ്ട്, ഒന്ന് അഭിനയിക്കണം. കൊള്ളാം. അഭിനയിക്കാനോ? ആരായിട്ട് അഭിനയിക്കണം? സാറ് പറ. ദൈവമായിട്ട് അഭിനയിക്കണോ? അതും ചെയ്യും. സാറ് പറ, ആരായിട്ട് വേണോ അഭിനയിക്കാം. ഒരു സന്യാസിയായിട്ട് അഭിനയിക്കണം, പറ്റുമോ? പറ്റുമോന്നു? ഞാൻ 2 ആഴ്ച മുമ്പേ ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചേ ഉള്ളൂ. ആണോ? ആ, എന്നിട്ട് അഭിനയം വിജയിച്ചോ അതോ പൊളിഞ്ഞോ? സൂപ്പർ വിജയമല്ലായിരുന്നോ സാറേ? നമ്മുടെ ആ കാട്ടിനകത്തൊരു അമ്പലമില്ലേ, ആ അമ്പലത്തിനടുത്ത് വെച്ചായിരുന്നു അഭിനയം. ആ, എന്നിട്ട് ആർക്ക് വേണ്ടി അഭിനയിച്ചത്? അഭിനയിക്കാൻ കാശ് തന്നത് ഒരു ഗായികയുണ്ടല്ലോ, പാട്ടൊക്കെ പാടുന്ന ഒരു പെങ്കൊച്ച്. ആ കുട്ടിയുടെ അമ്മയില്ലേ, അവരുടെ പേര് അരുന്ധതി മാഡം. അരുന്ധതി മാഡം. ആണോ? ആരുടെ മുമ്പിൽ അഭിനയിച്ചത്? ആ കൊച്ചിന്റെ പേര് ശ്യാമ. ശ്യാമ മാഡം ആളിനെ നേരിട്ട് എനിക്ക് കാണിച്ചു തന്നു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോ ഞാൻ അങ്ങ് അഭിനയിച്ചു. പാവം കൊച്ച് എന്നെ സംശയിച്ചില്ല. എനിക്ക് ദക്ഷിണയും തന്നിട്ടാ പോയത്. താൻ ഭയങ്കരം തന്നെയാണല്ലോടോ. ആ, പിന്നെ ശ്യാമയെ കണ്ടിട്ടുണ്ടോ? ഏയ്, എവിടെന്ന്? തനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ? അല്ല, ശ്യാമയൊന്ന് കാണണമെന്ന് ചോദിച്ചതാ. ശ്യാമേ, വേണ്ട 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 വേണ്ട, ഞാൻ കൊടുത്തോളാം. അയ്യോ, ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം. അയ്യോ, എന്നെ പോലീസ് കൊടുക്കല്ലേ സാറേ. ഞാനൊരു പാവോ സാറേ, എന്നെ പോലീസ് കൊടുക്കരുത്. ഒന്ന് പറ മാഡം. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ശരി, അങ്ങനെയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയണം. ഓ, ഞങ്ങൾക്ക് എല്ലാം റെക്കോർഡ് ചെയ്യണം. പറയാം. ഇനി പറഞ്ഞു. ഒരു ദിവസം അരുന്ധതിയും മാഡവും മോളും കൂടെ എന്നെ കാണാൻ വന്നു. എന്നോട് ഒരു സന്യാസിയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. കുറെ കാശ് തന്നപ്പോ ഞാൻ അഭിനയിക്കാന്നും പറഞ്ഞു. അന്ന് ഈ കൊച്ചു അമ്പലത്തിൽ വന്നപ്പോ വേഷം മാറി എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. അരുന്ധതി മാഡം അത്രയ്ക്ക് ദുഷ്ടായിരുന്നോ? എടോ, മനുഷ്യന്റെ വിശ്വാസത്തെ എങ്ങനെയാണ് മുതലെടുക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? ദൈവമായിട്ടാ നമ്മളിപ്പോ ഇതുവഴി കൊണ്ടുവന്നത്. ഇനി എത്ര പൊന്നും പണവും തരാന്ന് പറഞ്ഞാലും ഞാൻ വിസ്മയ്ക്ക് വേണ്ടി പാടാൻ പോകുന്നില്ല. താൻ ഇതുവരെ പോയില്ലേ? കാശ്? അയ്യോ, വാ. അച്ഛാ, ഇതെല്ലാം കൂടി എവിടെ കിട്ടാനാ? അതവിടെ കിട്ടും. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. എടാ മോനെ, ആ ഒരു ബലൂൺ ഇങ്ങനെ. അലങ്കാരമൊക്കെ കൊഴിപ്പിക്കണം. മഹാലക്ഷ്മിയെ വലതുകാലി വെച്ച് വന്ന് കയറാൻ പോവുക. എന്താ അപ്പച്ചി വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്? മഹാലക്ഷ്മിയോ?
അവളോ? സത്യത്തിൽ ഐശ്വര്യമോളെ ഞാൻ മഹാലക്ഷ്മി എന്ന് ഉദ്ദേശിച്ചത്. ശ്യാമ ഒരു ഭദ്രകാളിയല്ലേ? അവളെ സ്വീകരിക്കാനുള്ള ഓരോ ഒരുക്കങ്ങള് വരട്ടെ, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. ആ അതോക്കെ. ആഹാ, കൊള്ളാലോ. എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ, ഞാൻ ശ്യാമയോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന് ഞാനിന്ന് പ്രായശ്ചിത്തം ചെയ്യുക. ശ്യാമയോട് തെറ്റ് ചെയ്തെന്നു? എന്ത് തെറ്റാ ശ്യാമയോട് ചെയ്തത്? അഖിയുമായി വിവാഹം കഴിഞ്ഞെങ്കിലും ദാമ്പത്യത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ ഞാൻ അവളെ അനുവദിച്ചില്ല. അതൊന്നും ഞാൻ ഇനിയിപ്പോ പറയുന്നില്ല. എന്തായാലും അഖി ശ്യാമയായിട്ടുള്ള വിവാഹം ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറിയെന്ന് നമ്മളെല്ലാരും അറിഞ്ഞ ദിവസം, അന്ന് അമൃത എന്നോട് ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സമ്മാനോ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നേ. ആ, അവരെ ഞാൻ അംഗീകരിക്കാൻ പോവാ. പൂർണ്ണ തൃപ്തിയോടെ ഒരു വിവാഹ ചടങ്ങായിട്ട് നടത്താൻ പോവാ, ഈ വീട്ടിൽ വെച്ച് തന്നെ. അമ്മേ, അതെന്തായാലും നല്ല കാര്യ. ഇനിയിപ്പോ ശ്യാമയല്ല, അമ്മയാണ് താരം. സത്യമാ, ശ്യാമയോട് വസു കാണിക്കുന്ന അവഗണനയിൽ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമായി. അമ്മേ, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ. പാവം അമ്മേ ശ്യാമ. താലി കെട്ടി വിവാഹം കഴിച്ചു എന്നല്ലാതെ ഒരു പൂർണ്ണ ഭാര്യയായിട്ട് അവൾക്ക് തന്നെ അവളെക്കുറിച്ച് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇനി എന്തിനാ പ്രത്യേകിച്ചൊരു അംഗീകരിക്കല്? വേണം, അത് ഞാൻ തീരുമാനിച്ചതാ. എങ്ങനെ അംഗീകരിക്കുന്നതെന്നും ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്നും ശ്യാമയും അഖിയും വന്നിട്ട് പറയും. അവരെ വിളക്കൊഴിഞ്ഞ് സ്വീകരിച്ചിട്ട് ഞാൻ പറയും.